ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നു നിന്നിട്ടുള്ളതേ വണ്ടിപ്പെരിയാറിന് കുറച്ച് ഇപ്പുറത്തുനിന്ന് വള്ളക്കടവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഗവിക്കൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനിലാണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വള്ളക്കടവ് ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഇതാണ് ആ ജംഗ്ഷൻ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ കുമളിയിൽ നിന്ന് വരുന്ന വഴിയാണേ. ഇവിടെ കോണിമാര ഇവിടെ ഒരു തേയിലപ്പൊടി ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ആ ഫാക്ടറിയൊക്കെ കാണാം. അങ്ങോട്ട് പോയാലും നമുക്ക് വണ്ടിപ്പെരിയാർ ടൗണിലോട്ടൊക്കെ പോകാം കേട്ടോ. നമ്മൾ പോകുന്ന ഇപ്പുറത്തെ ഈ വഴിക്കാണേ. തേയിലപ്പൊടി ഔട്ട്ലെറ്റ് സെൻ്റർ ഇത് ഫാക്ടറിയിലോട്ട് കയറി പോകുന്ന വഴിയാണേ. ആ മുകളിൽ കാണുന്നതാണ് ഫാക്ടറി. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സത്രം പോകാം, വള്ളക്കടവ് പോകാം, ഗവി പോകാം. ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഒരു ദിവസം ഗവിക്കൊന്ന് പോകണം. അതൊരു ദിവസം ഫുൾ മെനക്കേടാണ്. കോണിമരക്കാരുടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട്, അത് കാണാം. അപ്പോൾ നമുക്ക് ഈ റോഡ് തന്നെ അങ്ങനെയൊക്കെ പോകാം കേട്ടോ. ഇന്ന് മുകളിലായിട്ട് ലയമൊക്കെ കാണാം കേട്ടോ. ഈ തോട്ടത്തിലുള്ള ജോലിക്കാരൊക്കെ താമസിക്കുന്നത്. ഈ മഴ സമ്മതിക്കില്ല കേട്ടോ. മഴച്ചാറ്റിലടിക്കാൻ തുടങ്ങി. അയ്യ, ഇടയ്ക്ക് മഴയൊന്ന് പെയ്ത് മാറിയതായിരുന്നേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ മഴ മാറുമായിരുന്നെങ്കിൽ മുന്നോട്ട് കുറച്ച് കാഴ്ചകൾ കിട്ടിയേ. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടേ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോകും. കുറച്ച് പെട്ടിക്കടകളൊക്കെ ഉണ്ടോ മരത്തിൻ്റെ ചോട്ടിലങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തുറന്നിട്ടില്ല. എന്താണെന്നല്ല, അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു പെട്ടിക്കടയുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മുകളിലോട്ട് കയറി പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ, തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. അവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ, ഒരു ആൽത്തറയും. പിന്നെ തോട്ടത്തിൻ്റെ ഈ തേയിലയൊക്കെ കളക്ട് ചെയ്യുന്നൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു. അത് അവിടെ കുറച്ച് തേയിലയൊക്കെ പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടേ. അതുപോലെ ഇതാ ഇതിലെ ഇങ്ങനെ ഒരു വഴി കയറി പോകുന്നുണ്ട്, ഒരു ബാലവാടി. പിന്നെ മുകളിലോട്ട് ഉള്ള അതൊരു റേഷൻ കട കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വഴി അങ്ങോട്ട് പോകുന്നാ, മുന്നോട്ട് അങ്ങോട്ട് പോകുന്ന വഴി മുന്നോട്ട് എവിടെയാണ് പോകുന്നത്? നിങ്ങളാണോ ചോദിച്ചേ? ആണല്ലേ, അങ്ങ് മുകളിലോട്ട് പോകല്ലേ? അപ്പോൾ ഇത് മുകളിലോട്ട് അങ്ങ് പോകുന്ന ആ ചേച്ചിയോട് ചോദിച്ചിട്ട് മനസ്സിലായല്ലോ പുള്ളിക്കാരിക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ടാണ് പോകണ്ട കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ, ആ ഒരു അമ്പലമൊക്കെ ആയിട്ട്. വണ്ടിപ്പെരിയാറ്റിൽ നമ്മൾ വരുന്ന വഴിയാണിത്. നല്ല രസമുണ്ട് ഈ അമ്പലം കാണാനേ, എന്തോ പറഞ്ഞാലും. റോട്ടിൽ അത്യാവശ്യം വണ്ടിത്തിരക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് അവിടെ ഒരു ഇത് നടക്കുന്നു നോക്കി. ഈ തേയിലത്തോട്ടത്തിലോട്ടൊക്കെ മറ്റേ വെള്ളവും മരുന്നുമൊക്കെ കൊണ്ടുപോകുന്ന ടൈലറായി കിടക്കുന്നു കേട്ടോ, ടൈലർ ടാങ്ക്. ഇത് ട്രാക്ടറെ കെട്ടി വലിച്ചുകൊണ്ട് അവർ പോവുകയെ. അപ്പോൾ അത് അവിടെ വെള്ളമൊക്കെ ഇതിപ്പോൾ കാലക്രമേണ പഴക്കമായി പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. എസ്റ്റേറ്റിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ശരിക്കുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടേ. നമ്മൾ വണ്ടി അവിടെ കൊണ്ടുവച്ചേക്കുന്നേ. ഇത് ഇവിടെ ഒരു കടയുണ്ടായിരുന്നേ. അങ്ങോട്ട് പോയപ്പോൾ അത് ആ സൈഡ് കണ്ടിട്ട് ഒരു കടയെ തോന്നിയില്ലായിരുന്നു, കാരണം കാണാൻ കിട്ടിയില്ലേ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടേ. പഴയ പലക കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കട കണ്ടോ. പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ. ഇതാ തേയില കളക്ടിങ് സെൻറ്റർ. കുറേ പഴക്കമുള്ളൊരു കെട്ടിടമാണ് ഇത്. പിന്നെ മസ്റ്റർ ഓഫീസും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നൊരു വഴിയാണേ. പഴയ കാലത്തെ ഗേറ്റൊക്കെയാണ്. ഇവിടെ നമ്മൾ ഒത്തിരി നേരം നിന്നാലേ സമയം പോവും. നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം. എനിക്കെന്നാലും ആ ഒരു ബാലവാടിയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ ആ കളറ്, അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് ഓടിട്ട വീടുകളൊക്കെ ആയിട്ടല്ലേ.
ഇപ്പോൾ നമ്മൾ ഈ കറുപ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. കറുപ്പ് പാലത്തെ കുറേ കാഴ്ചകൾ കാണാം. ഇതിലെ അങ്ങോട്ട് കയറി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന വഴിയാണ്. ഏറ്റവും കൂടി കൊടിതോരണങ്ങളൊക്കെ ഉള്ളൊരു മേഖല ഇവിടെയൊക്കെ കേട്ടോ. കറുപ്പ് പാലത്തെ ഓരോരോ കെട്ടിടങ്ങളുണ്ട് നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, പിന്നെ ഒരു ചെറിയ കവല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിലേ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇവിടെ ഈ പുഴയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. മുല്ലപ്പെരിയാർ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച. ഈ അമ്പലം ഈ സൈഡിൽ മുസ്ലിം പള്ളിയുണ്ട്. പഴയ മുകളിൽ കിണറൊക്കെ കണ്ടോ. പിന്നെ കറുപ്പ് പാലം എന്ന് പറഞ്ഞാൽ പാലം ഇതാണ് കേട്ടോ. നല്ലോണം വെള്ളമുള്ളപ്പോഴാണെങ്കിൽ പാലം മുട്ടി വെള്ളം വരുവേ. ഇപ്പോൾ പക്ഷേ പുഴയിൽ വെള്ളമില്ല. കറുപ്പ് പാലത്തേക്കൂടെ കുറച്ച് മുന്നോട്ടൊന്ന് പോയിട്ട് വരാം അല്ലേ. നല്ല ഭംഗിയുള്ളൊരു കൊച്ചു പാലം. അധികം വീതിയൊന്നുമില്ല. ഇതൊരു ഓട്ടോറിക്ഷയൊക്കെ പോവുള്ളൂ, കാറൊക്കെ, വേറൊന്നും പോകത്തില്ല. അക്കരെയൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടേ. മുല്ലപ്പെരിയാർ നദിയുടെ ഒരു വീതിയുണ്ടോ. ഈ പുഴ നിറച്ച് വെള്ളം വരുവാണെങ്കിൽ എന്തായിരിക്കും അല്ലേ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ ഭംഗിയുണ്ടാവും കാണാൻ അല്ലേ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ മഴയൊന്നുമില്ലല്ലോ വലിയ കാര്യമായിട്ട്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെ നിന്ന് അങ്ങനെ കയറി കുറേ വീടുകളുള്ള ആ ഭാഗത്തേക്കൊക്കെ പോകും കേട്ടോ. ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണേ. ഓ, ഒരു പുള്ളി മുന്നിൽ കയറി പോയി നോക്കി. ഇതുണ്ട് ഈ പുഴയോരത്തോടൊക്കെ എന്തേലും ആൾക്കാർ താമസിക്കുന്നു നോക്കി. കറുപ്പ് പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ പോകാം കേട്ടോ. ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയ്യും, പിന്നെ മാറും. ചാട്ടൽ മഴയാണേ കൂടുതലുവേ, വലിയ മഴയൊന്നും പെയ്യുന്നില്ല. ഈ പേരെ കുറച്ച് പേരക്കടപ്പുണ്ട് കേട്ടോ, പക്ഷെ മൂത്തിട്ടില്ലേ, മൂക്കാറായി വരുന്നേ ഉള്ളൂ. തിരിച്ചിരി വഴിയിലോട്ട് കയറാം കേട്ടോ. ആ മരത്തിൻ്റെ ചോട്ടി കണ്ടോ. ഇതൊരു ബസ് പോകും. ബസ്സിൻ്റെ കാഴ്ച ഇപ്പോഴാണ് കിട്ടി. ഈ മരത്തിൻ്റെ ചോട്ടി കണ്ടോ ഒരു കെട്ടിടം, പാർട്ടി ഓഫീസോ അങ്ങനെ വല്ലതും ആണോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ടല്ലേ. മരമൊക്കെ ആയിട്ട് അങ്ങനെ അപ്പുറത്തെ പള്ളിയും കവലയൊക്കെ, കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ. കറുപ്പ് പാലത്തെ കടകൾ, ചായക്കട, പലചരക്ക് കട, അങ്ങനെ 2-3 കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടമാണ് കംപ്ലീറ്റ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ചെറിയൊരു ഉറവച്ചാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ജീപ്പിൻ്റെ അഭിഷേകം ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടെയും കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ കാണാം, വഴി സൈഡും പുഴ സൈഡും ഒക്കെ ചേർന്നേ. ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ചപ്പാത്ത് പാലം ഒന്ന് കാണാം. ഇതാണ് മുല്ലപ്പെരിയാർ ചപ്പാത്ത് പാലം കേട്ടോ. നമ്മൾ വാർത്തകളിലൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മുല്ലപ്പെരിയാർ ചപ്പാത്ത് പാലം. 2018-19 കാലഘട്ടത്തിലൊക്കെ മുല്ലപ്പെരിയാർ നദി കരകവിഞ്ഞൊഴുകിയ സമയത്ത് ഡാമൊക്കെ തുറന്നു വിട്ടപ്പോൾ ഈ പാലത്തിൻ്റെയൊക്കെ കൂടെ മുകളിൽ കൂടെ വെള്ളം കയറി ഒഴുകിയായിരുന്നു കേട്ടോ. ഇതുണ്ടോ മുല്ലപ്പെരിയാർ നദി. നമ്മൾ താഴെ കണ്ട കറുപ്പസ്വാമി ആ ഒരു ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയായിരുന്നേ. നമുക്കങ്ങനെ ഒരു ബസ്സിൻ്റെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്, PMS. ഇത് വള്ളക്കടവ് പോയിട്ട് തിരിച്ച് പെരിയാറ്റിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഇങ്ങനത്തെ ഷട്ടിൽ ബസ്സാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഈ പുഴയുടെ മറുവശവും നമുക്കൊന്ന് കാണാം. ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ കുറേ കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടെ ചെയ്യാമെന്ന് വെച്ചോ കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. മുല്ലപ്പെരിയാർ നദി. ഇതിനെ മുകളിലോട്ട് പോയാൽ നമുക്ക് ഇത്ര വിശദമായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഇവിടുന്നൊക്കെ കാണാൻ പറ്റുള്ളേ. മുല്ലപ്പെരിയാറിന് കുറുകെയുള്ള ചപ്പാത്ത് പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അറിയാമല്ലോ അല്ലേ. ഓരോരോ വീടുകളൊക്കെ പുഴയോട് ചേർന്നിരിക്കുന്നുണ്ടോ. വെള്ളമൊക്കെ കയറി വരുമ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്തൊക്കെയായിരിക്കും അല്ലേ. ഈ ഒരു വീട് മാത്രമല്ല, ഇവർക്ക് മൊത്തത്തിൽ മഴക്കാലമായ ഇവർക്കൊക്കെ ഒരു പേടിയായിരിക്കും അല്ലേ. ഇതുണ്ട് ഇവിടെയൊക്കെ. നമ്മളീ പോകുന്ന വഴിക്ക് പുഴയോടൊക്കെ ചേർന്ന് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പോകുന്ന വഴി കാണാവേ. ഓ, ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ട് പോലെയായി.
വരുന്ന വഴി നമുക്കൊരു പള്ളിയൊക്കെ കാണാം കേട്ടോ. സെൻറ്റ് ജോസഫ് ചർച്ച് വള്ളക്കടവ്. വളരെ മനോഹരമായൊരു പള്ളി. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം വള്ളക്കടവിലേക്ക് എത്താൻ. ഇവിടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നാട്ടുകാർക്കായിട്ടുള്ള വായനാശീലമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളതാണത്. പിള്ളേരുടെ പന്തുകളിയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഒരു അയ്യപ്പൻ്റെ അമ്പലം. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്. കുറച്ച് മോളിൽ വരെ ഒന്ന് കയറി പോയി നോക്കിയാൽ നമുക്ക് അമ്പലം മോളിൽ കാണാൻ പറ്റുമേ. ഇവിടെ കണ്ടോ ഒരു വീട് നോക്കി. പണ്ടങ്ങാണ്ടുണ്ടായിരുന്നൊരു വീടാട്ടോ. പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ. ശബരിമലയ്ക്കൊക്കെ പോകാൻ വരുന്ന ആൾക്കാർ ഈ വഴിയൊക്കെ വന്ന് ഈ അമ്പലത്തിലൊക്കെ ഇവർ പിരിയൊക്കെ വെച്ച് ഒക്കെയാണ് പോകണം കേട്ടോ. മുകളിലേക്കുള്ള വഴി പോകുന്നുണ്ടോ. മുകളിലേക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നൊരു മേഖലയാണേ. നമുക്കിവിടെ കയറിയെന്ന് ഈ അമ്പലം കാണാം. അതിനെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. ഇങ്ങനെ കാണാം കേട്ടോ. ഇങ്ങനെ കാണത്തുള്ളൂ. ഇച്ചിരൂടെ മുകളിൽ കയറുന്നാൽ കുറച്ചുകൂടെ കാണാം. ഈ വഴിക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കുറേ വീടുണ്ട്. അതാണ് മെയിനായിട്ട്. അമ്പലത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടുമേ. നല്ല സ്ഥലം കാണാൻ. ശബരിമല കാടുകൾ ഇവിടുന്നൊക്കെ തുടങ്ങാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് എന്നെ ക്യാമറ കാണുന്നില്ലെന്ന് തോന്നിയേ. ഭയങ്കര ഇരുട്ട് പോലെ. ഇവിടെ കാലാവസ്ഥ നേരെ ഓപ്പോസിറ്റാണ്. അമ്പലത്തിലെ ക്യാമറ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ മേളിലോട്ട് കയറിപ്പോയ വഴി അതിവിടെ ട്രൈബൽ സ്കൂളിലോട്ട് കൂടെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചതേ. അങ്ങനെ നമ്മൾ ഏകദേശം വള്ളക്കടവ് എന്നുള്ള ആ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്താറായി കേട്ടോ. ഗസ്റ്റുകളെ കൊണ്ട് വന്ന ഓഫ് റോഡ് ജീപ്പുകൾ നടക്കുന്നുണ്ടോ. കുമളിയിൽ നിന്ന് വരുന്ന ഇത് മെയിനായിട്ട്. മുല്ലപ്പെരിയാർ നദി അത് കാണാനൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കണം താഴോട്ടെ. നമുക്കും താഴെ ഒന്ന് ഇറങ്ങിപ്പോയി അവരെന്താ കാണാൻ പോയെന്ന് നോക്കിയിട്ട് വരാം. മുല്ലപ്പെരിയാർ നദി കണ്ടോ. ഇവിടെയൊക്കെ ഇപ്പം വെള്ളമില്ല. കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓ നല്ല വെള്ളമാണ്. ഇവിടെ എല്ലാം വെള്ളമായിരിക്കും. ഇപ്പോഴെങ്ങാനും ഡാം തുറന്നാൽ എന്നാ സംഭവിക്കും. നമ്മളെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി പോകല്ലേ. അങ്ങോട്ട് ടൈഗർ റിസർവ് ഫോറസ്റ്റാണ് കേട്ടോ. ഗവി ഫോറസ്റ്റ് ഡിവിഷൻ. ഇതൊക്കെയാണ് മുല്ലപ്പെരിയാർ നദിയുടെ കാഴ്ചകൾ കേട്ടോ. മഴക്കാലത്ത് ഇതൊക്കെ നിറഞ്ഞു ഒഴുകും. ഇപ്പോൾ അവിടെ ഇവിടെ മാത്രം തളം കെട്ടി നിൽക്കുന്ന വെള്ളം. പക്ഷേ എത്ര മഴ ഇവിടെ ഈ ഭാഗം കൊണ്ട് വെള്ളം കുറവായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ചെല്ലുമ്പോഴാണ് പിന്നെ പല പല ചെറിയ പുഴകളെല്ലാം കൂടി വരുമ്പോൾ വലുതാവും. ഇവിടെ ഒരു കടയുണ്ട്. ഈ ജീപ്പുകാർ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നതുകൊണ്ട് ഈ കടക്കാർക്ക് അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. ഓഫ് റോഡ് ജീപ്പുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. കുമളിയിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത്. നമുക്കിനി അങ്ങോട്ട് വള്ളക്കടവ് സിറ്റി കാണാം. വള്ളക്കടവ് സിറ്റിയുടെ ഒരു മെയിനാണ് ഈ ഒരു ചെറിയ പള്ളി കണ്ടോ. സ്വാഗതം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സത്രം. സത്രത്തിലെ പള്ളിയുടെ അവിടുന്ന് വലത്തോട്ടുള്ള വഴിയേ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കടകളൊക്കെ അധികം തുറന്നിട്ടില്ല. വൈകുന്നേരം ആവണം. എല്ലാവരും പണിക്കൊക്കെ പോയിരിക്കും. ഇവിടെ ഒരു കടയുണ്ട്. എന്നാണ്ട് ഒന്നും മേടിക്കില്ല. എല്ലാം കണ്ടിങ്ങനെ പോവാ. ആ പള്ളി. ഓ മഴ പിന്നെ പെയ്യാൻ തുടങ്ങി. ഒരു സുഖമില്ലാത്ത മഴയാണ്. വള്ളക്കടവ് സിറ്റിയുടെ കാഴ്ചകൾ കാണാം നമുക്ക്.
ബസ് വന്നു കേട്ടോ. പെരിയാറ്റിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന ബസ്സാണ്. അതുകൊണ്ട് ആളെ ഇറക്കി പോവുകയാണ്. ആ വഴിക്കാണ് കേട്ടോ സത്രം പോകണേ. പഴയ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ജീപ്പുകൾ വരുന്ന വരവാണ് തോട്ടത്തിലോട്ട്. അത് സത്രം ഭാഗത്തേക്ക് പോകുന്നു. നമ്മൾ അവിടുന്ന് കുറച്ചും കയറി പോകുന്നു കേട്ടോ. അവിടുന്ന് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിലേ ഇനി സത്രമൊക്കെ പോകുന്ന വഴി കാണാവേ. അവിടുന്നൊക്കെ ജീപ്പ് ആ വഴി പോയിട്ട് കയറി വരുന്നുണ്ടോ. ഇത് എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ സത്രം പോകുന്ന വഴി. അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇങ്ങനത്തെ റോഡേ വേണം പോകാൻ. ഈ വഴിയൊക്കെ ആരെങ്കിലും സത്രമൊക്കെ പോയിട്ടുണ്ടോ? ഓരോ സൈഡിലേന്ന് പോകണം. പക്ഷേ ഇത് ഈ ഒരു കുറച്ചേ ഉള്ളൂ ഇങ്ങനെ നല്ലൊരു കോൺക്രീറ്റൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞാൽ വഴി ഭയങ്കര മോശം കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കുറച്ച് ഇവിടെ ഒന്ന് കാണിക്കുന്നേ ഉള്ളേ. അത് മുകളിൽ കൂടെ പോയി കാണിച്ചാലും കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള വഴിയാണ് അവർ പോകുന്നത്. ഈ വഴിക്ക് ആരെങ്കിലുമൊക്കെ സത്രം പോയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ ഭാഗമൊക്കെ ഫുള്ളായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ. ഒരു ഓഫ് റോഡ് ജീപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ. ഒരു മരം കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കുക. അടുത്തൊരു ജീപ്പ് വീണ്ടും. ഇത് എസ്റ്റേറ്റിലോട്ടും ലയത്തിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. പണ്ട് നമ്മൾ ഇതിന് വഴിയൊക്കെ പോയിട്ട് അപ്പുറ സൈഡിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. വഴി ശരിയല്ലെന്ന് ഇപ്പോൾ ഇവിടെ ഒന്നും. ഇതുണ്ടോ, ഇപ്പോൾ ഈ വഴിക്ക് അങ്ങനെ പോയാലേ കുറേ ദൂരം അങ്ങോട്ട് പോയി കുറച്ച് അധികം വീടുകളൊക്കെ ഉള്ളൊരു മേഖലയിലോട്ട് ഇല്ല കേട്ടോ. വഴി ഇവിടുന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്നേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി കാണാവേ. കാണാവോ? അങ്ങ് ദൂരെ ഒരു പള്ളി കാണാം. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇതുമാതിരി കാട് പിടിച്ച് കിടക്കാണല്ലോ. അപ്പോൾ ഈ വഴിക്ക് പോയാൽ നമുക്ക് ആ പള്ളിക്ക് വരെ ചെല്ലാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ പള്ളിക്കലോട്ട് പോകുന്നില്ല, കുറേ അങ്ങ് പോകാനുണ്ട്. ഇത് ഓ അങ്ങ് ദൂരെ പള്ളി. സൂമിങ് ആയിരുന്നെങ്കിൽ കിട്ടിയാനെ. സൂം ചെയ്തപ്പോൾ വൃത്തികേടായി. ഇങ്ങനെ കാണാം പള്ളി കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു വേറൊരു എന്തോ ഒരു കെട്ടിടവും കാണാം. പള്ളിയാണ്ട് അവിടെ കാണാം കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് വേറെ എന്തോ ഒരു കെട്ടിടമുണ്ട്. അതേ കൂടെ ഒക്കെ കണ്ടോ കുറേ വീടുകളിരിക്കുന്നത്. അപ്പോൾ ഈ വഴി അങ്ങോട്ട് ചെല്ലുന്ന. ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകട്ടോ. അവിടെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടെ ആ മഞ്ഞ് ഏറി കിടക്കുന്ന മലയിൽ അതിൻ്റെ അപ്പുറമാണ് കേട്ടോ വരുന്നത്. കാണാവോ? വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് ഗവിക്കൊക്കെ പോകാവേ. ഇപ്പോൾ ഒരു ഗവിയിൽ നിന്ന് കയറി വന്ന് അവിടെ നമ്മളെ പത്തനംതിട്ട ഭാഗത്തു നിന്നൊക്കെ വന്നൊരു ഉല്ലാസയാത്ര അതാ നടക്കുന്നുണ്ടോ, ഗവി ട്രിപ്പ്. പിന്നെ ഇവിടുന്ന് ഫോറസ്റ്റുകാരുടെ ട്രിപ്പ് വേണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പൈസയൊക്കെ അടച്ച് കയറി പോകാവേ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളതിനി കടത്തി വിടില്ല. ഇത് അവിടുന്ന് വരുന്ന പിള്ളേരൊക്കെ ഇതെല്ലാം എടുത്തേ പോവുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഗവിക്ക് പോകാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ കുമിളിയിൽ നിന്ന് ബസ്സുണ്ട് കേട്ടോ. 12:30 ബസ്സുണ്ട്. പിന്നെ അതുപോലെ 12:30 ബസ്സുള്ളത്. പിന്നെ രാവിലെ 5 മണിക്ക്, ഉച്ചയ്ക്ക് 12:30 രാവിലെ 5 മണിക്കും. അതിന് വന്നാൽ ഇതിലേ പോയിട്ട് പത്തനംതിട്ടയ്ക്ക് പോവാം. ഇടയ്ക്ക് ഗവിയിൽ ഇറങ്ങി നിന്നാൽ അവിടുന്ന് തിരിച്ച് കുമിളി ബസ് രാവിലെ 5 മണിക്ക് പോകുന്നില്ലേ, ആ ബസ് പിന്നെ നമുക്ക് ഗവിയിൽ നിന്ന് തിരിച്ച് ഒരു 4 മണി 4:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും കേട്ടോ. ഇപ്പോൾ അത് ആ ഗവി ടൂറിസത്തിൻ്റെ ബസ് ഇറങ്ങി വരുന്നുണ്ട്. KSRTC ഉല്ലാസയാത്ര ആദ്യം വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് മറ്റേ വണ്ടി കിടപ്പുണ്ട്. ഗജരാജൻ്റെ ഒരു വരവ് നോക്കിയേ. ജംഗിൾ സവാരി. ഇതെല്ലാ ദിവസവും ട്രിപ്പുണ്ട് കേട്ടോ പത്തനംതിട്ടയിൽ നിന്നൊക്കെ. അപ്പോഴെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ? വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു
ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.